ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ജില്ല കൊല്ലം ജില്ല, എൻ്റെ സ്ഥലം ചവറ പന്മനയിലാണ്. അപ്പോൾ എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന വീടിൻ്റെ സമീപത്തുള്ള ക്ഷേത്രമാണ് ആക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രം. നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ ആഘോഷിക്കാറുള്ളത്. ദുർഗാദേവിയുടെ 9 അവതാരങ്ങളെ 9 രാത്രികളിലായി ഉപാസകർ വളരെ പ്രാർത്ഥനയോടുകൂടി ആചരിക്കുന്ന ഉത്സവമാണ് നവരാത്രി. നവരാത്രിയോടനുബന്ധിച്ച് ദുർഗാദേവിയുടെ 9 അവതാര ഭാവങ്ങൾ ദേവി വിഗ്രഹത്തിൽ ചാർത്തി പൂജ ചെയ്യുന്ന വളരെ വിശേഷപ്പെട്ട കർമ്മമാണ് നവ അവതാര ചാർത്ത്. ഈ നവ അവതാര ചാർത്തിനോടൊപ്പം തന്നെ ഭദ്രാദേവിയുടെ മുന്നിൽ തോറ്റം പാട്ടും ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ 2 ദൈവാരാധനയാണ്, ഒന്ന് ഭദ്രയും ദുർഗയുമാണ്. അപ്പോൾ ഇതിനിടയ്ക്കൂടെ മഴയും പെയ്തു, പക്ഷെ പെട്ടെന്നാണ് മഴ അങ്ങ് പോയത് കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ കുറച്ച് പൂ വെച്ച അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ, ഇന്ന് ദേവിയുടെ കല്യാണവും കൂടെ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഉണ്ട്. ഇനി ക്ഷേത്രത്തിലെ ദീപാരാധന നടക്കാൻ പോവാണ്. അപ്പോൾ അമ്മയുടെ വാൾ അവിടെ ഇരിപ്പുണ്ട്. ആ വാളിന് തിരുമേനി വന്ന് എടുത്ത് അകത്ത് കൊണ്ടുപോയി ദീപാരാധന നടത്തിയിട്ട് ശേഷം തിരിച്ച് വീണ്ടും കൊണ്ടുവന്ന് അവിടെ വയ്ക്കും. അപ്പോൾ ഇനി ആ ഒരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ദുർഗാദേവിയുടെ 9 അവതാരങ്ങളാണ് ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഖണ്ഡ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നിവ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം 6ാം ദിവസമാണ്. കാർത്യായനി ആയിരുന്നു അന്നത്തെ ദേവി. നവരാത്രിയിൽ ദേവിയുടെ കാർത്യായനി ഭാവമാണ് 6ാം ദിവസം ആരാധിക്കുന്നത്. കദൻ എന്നൊരു മഹാമുനി ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഒരു പുത്രനില്ലാതിരുന്ന മുനിക്ക് ദേവി പരാശക്തിയെ തൻ്റെ പുത്രിയായി ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം മഹാതപം അനുഷ്ഠിച്ചു. ദേവി ഋഷിയിൽ പ്രസാദിക്കപ്പെട്ടു. അങ്ങനെ കദൻ്റെ മകളായി ദേവി കാർത്യായനി എന്ന നാമത്തിൽ അവതരിച്ചു. കാർത്യായനി ഭാവത്തിലാണ് ചണ്ഡികാദേവി മഹിഷാസുരനെ വധിച്ചതും. ആ സമയം ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും പാർവതിയിൽ ലയിച്ചു എന്നും 3 ദേവിമാരുടെയും ത്രിദേവി ശക്തി ഒന്നായി ആദിപരാശക്തിയായി മഹിഷാസുര മർദ്ദിനിയായി ദേവി മാറി. ഇനി നമ്മൾ താലപ്പൊലി ആരംഭിക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ ഇവിടുന്ന് അടുത്തൊരു കാവുണ്ട്. ആ കാവിൽ നിന്നാണ് താലപ്പൊലി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി തിരികെ വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് പാർട്ട് 2 വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം അതുവരേക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി.